എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. നമ്മൾ രാവിലെ തന്നെ അമ്മയെ കണ്ടിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അങ്ങനെ വാച്ച്മാൻ ഗേറ്റ് തുറന്നാൽ നമുക്ക് പോകാൻ പറ്റും. വാച്ച്മാൻ വരുന്നുണ്ട്. ഗേറ്റ് തുറക്കാൻ പോയി. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് നേരെ കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും പൂ കണ്ടാൽ പൂ വാങ്ങണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉടുപ്പി ടോൾ പ്ലാസ കഴിഞ്ഞ പാട് നല്ലൊരു ഹോട്ടലുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മളെല്ലാ പ്രാവശ്യവും കഴിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ നല്ല ക്ലീൻ വാഷ്റൂമും എല്ലാം ആണ്. അവിടെ നല്ല ഫുഡുമാണ് അവിടെ. കൊല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് രാവിലെ തന്നെ മാംഗ്ലൂർ, കുന്തപുര, ഉടുപ്പി, ബൈന്ദൂർ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് ഇവിടുന്ന് സ്റ്റാർട്ടാകുന്നുണ്ട്. ലെഫ്റ്റ് പോയാൽ കുന്തപുര ഉടുപ്പി സൈഡ്, റൈറ്റിൽ നേരെ ബൈന്ദൂരിലേക്ക് പോകുന്ന വഴിയാണ്. NH66. അങ്ങനെ ഞങ്ങൾ കുന്താപുര ഫ്ലൈ ഓവർ ക്രോസ് ചെയ്യുന്നു. തന്നെ എടുക്കും. ദാസൻ എവിടെ പോയാലും ഉപ്മാ വാങ്ങണം. ഉപ്മാ ഇല്ലാണ്ട് ഒരു രക്ഷയുമില്ല. പിന്നെ വാങ്ങിയത് റവ മസാല ദോശ. നിവേച്ച് ഇതുവരെ റവ മസാല ദോശ കഴിച്ചിട്ടില്ല എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതാ. കർണാടകത്തിലെ ഉപ്മാവ് വേറെ ഒരു ടേസ്റ്റാ. ആ ടേസ്റ്റ് എവിടെയും കിട്ടൂല. ഉടുപ്പി സ്റ്റാർട്ടായതിനു ശേഷം പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല വെയിലാണ്. ക്ലൈമറ്റും നല്ലതായിരുന്നു. പക്ഷെ ചൂടുണ്ടായിരുന്നു. വെയിൽ കണ്ടിയപ്പോൾ ചൂടാണ്. ഇവിടുന്ന് മാംഗ്ലൂർ 17 കിലോമീറ്റർ ഉണ്ട്. റൈറ്റ് സൈഡിൽ മാംഗ്ലൂർ പോർട്ട് എത്തി. കർണാടകയിൽ പെട്രോളിന് ഡീസലിനെല്ലാം കുറച്ച് വില കുറവാണ്. അതുകൊണ്ട് ഇവിടുന്ന് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലതാണ്.
അങ്ങനെ ഞങ്ങൾ നേത്രാവതി റിവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ ടുവേർഡ്സ് കാസർഗോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കർണാടക കേരള ബോർഡർ ഇപ്പോൾ എത്തും. 1 കിലോമീറ്റർ ടോൾ ബൂത്ത് കഴിഞ്ഞ പാട് ടോൾ ബൂത്ത് കഴിഞ്ഞ പാട് നേരെ കേരളത്തിലേക്ക് എൻട്രി ചെയ്യും. കേരളത്തിൽ എൻട്രി ചെയ്ത പാട് 2 സൈഡിലും ലോട്ടറി കേരള ലോട്ടറി മാത്രമേ ഉള്ളൂ. അത് സെയിം നമ്മൾ കോയമ്പത്തൂർ പോയ സമയത്തും കണ്ടിന്. ബോർഡറിൽ കേരള ലോട്ടറി മാത്രം, കേരള ബോർഡറിൽ ഫുൾ ലോട്ടറി കച്ചവടം. അങ്ങനെ ഞങ്ങള് നേരെ ഒരാളുങ്കലെടുത്ത പുതിയ റോഡിലേക്ക് എൻട്രി ചെയ്ത് ഇനി ഡയറക്റ്റ് കാസർഗോഡ് വരെ ഓൾമോസ്റ്റ് പണി പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് പണി ബാക്കിയുണ്ട്, ഫിനിഷിംഗ് എല്ലാം. അടിപൊളി റോഡിലോട്ടാ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന. ലെഫ്റ്റിൽ 1 കിലോമീറ്റർ മഞ്ചേശ്വർ, നേരെ മഞ്ചേശ്വരിന് കാസർഗോഡിലേക്ക്. കുറച്ച് സ്ഥലങ്ങളിൽ 2 വേ ആയിട്ടാണ് പോകുന്നത്. അവിടെ ചെറിയ ബ്രിഡ്ജിൻ്റെ അതിൻ്റെ എല്ലാം വർക്ക് ബാക്കിയുണ്ട്. ഉടുപ്പി റെസ്റ്റോറൻറ്റ് അടുക്കുന്ന ലെഫ്റ്റ് അടിച്ചിട്ട് താഴെ ഇറങ്ങണം. എന്നിട്ട് വേണം കാസർഗോഡിൻ്റെ ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നേരെ കാഞ്ഞങ്ങാട് വഴിയാണ് നമ്മൾ പോവുക. നേരെയും പോകാൻ പറ്റും, നേരെ പെരിയ വഴി അതിലൂടെയാണ് ഇപ്പോഴത്തെ NH-66 വർക്ക് നടന്നുകൊടുക്കുന്നത്. കുറേ സ്ഥലങ്ങൾ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വഴിക്കൂട്ടിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോയാൽ കാസർഗോഡ് ടൗണാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനല്ലോ. നേരെ പോയി കഴിഞ്ഞാൽ കാസർഗോഡ് റെയിൽവേ. ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് നേരെ പോകുന്നത് കാഞ്ഞങ്ങാട് വഴി, നേരെ പയ്യന്നൂർ വഴി, പയ്യങ്ങാടി വഴി കണ്ണൂർ പോകും. റോട്ടിൽ കുറേ കുണ്ടുണ്ട്, അതാണ് വണ്ടി ഇങ്ങനെ ഇളയത്. കാഞ്ഞങ്ങാട് 24 കിലോമീറ്റർ. റൈറ്റ് സൈഡിൽ പാലക്കുന്ന് ടെമ്പിൾ. നമ്മൾ ഒരു പ്രാവശ്യം പോയിന് അവിടത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ടൗണിലെത്തി. റൈറ്റ് സൈഡിൽ പോയാൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ, നേരെ പോയാൽ NH-66 എത്തും. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് റൈറ്റ് എടുത്താൽ നേരെ നിത്യാനന്ദ സ്വാമിൻ്റെ ടെമ്പിൾ എത്തും, ആശ്രമം.
കാഞ്ഞങ്ങാട് നിത്യാനന്ദ സ്വാമീൻ്റെ ആശ്രമമാണ്. നമ്മളെപ്പോഴും നാട്ടിൽ വരുമ്പോഴും ഈ ഒരു അമ്പലത്തിൽ വരാണ്ട് നിത്യാനന്ദ സ്വാമിയെ തൊഴാണ്ട് നമ്മൾ നാട്ടിൽ പോവാറേ ഇല്ല. മൂകാംബികയും കാഞ്ഞങ്ങാട് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലും നമ്മൾ എപ്പോഴും കയറിയിട്ടേ പോവാറുള്ളൂ. എന്നാൽ ഏതോ കാറിന്റെ പൂജ നടക്കുന്നുണ്ട്. അയ്യോ, നിത്യാനന്ദ സ്വാമിയുടെ സമാധി മുംബൈയിൽ ഗണേഷ്പുരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അവിടെ നമ്മൾ എല്ലാ പ്രാവശ്യവും അവിടെ ഒരു മുത്തപ്പൻ്റെ അമ്പലവും കൂടിയുണ്ട്. നമ്മളെപ്പോഴും അവിടെയും പോയി തൊഴാറുണ്ട്. നമ്മൾ സ്വാമിക്ക് ചാർത്താൻ മാല വാങ്ങാണ്ട് ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ല. ആ മാലയിലൊന്ന് ചാർത്തി കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സമാധാനവും ഒരു സുഖവുമാണ്. നിത്യാനന്ദ സ്വാമിയുടെ ജന്മ സ്ഥലം തട്ടാശ്ശേരി വടകരയിലാണ്. അവിടെയും ഇപ്പം നിത്യാനന്ദ സ്വാമിയുടെ അമ്പലം പണിതിട്ടുണ്ട് അവർ. എനിക്ക് തോന്നുന്നു ഒരു മലയാളികളിൽ ഒരു 80% അല്ലെ 90% ആൾക്കാർക്ക് നിത്യാനന്ദ സ്വാമിനെ പറ്റിയിട്ട് അറിയാൻ ഇതേ മീൻസ് എന്ന് പറയേണ്ട ചാൻസേ ഇല്ല. ഞാനും അറിയുന്നത് ബോംബെയിൽ പോയതിന് ശേഷമാണ്. അതിനു മുമ്പേ എനിക്കും അതിന് നിത്യാനന്ദ സ്വാമിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങള് നീലേശ്വരം ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് മണ്ണ് അളയിട്ടായില്ല. എപ്പം വേണ്ടിക്കല്ലോ മണ്ണ് വീഴാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഡേഞ്ചർ റോഡായത്. ഇതിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി മാറും. ഇത് മഴ സമയം ഭയങ്കര ഡേഞ്ചറായത്. ഇപ്പോൾ ഈ ഒരു മഴക്കാലം കഴിഞ്ഞാൽ അറിയാം ഈ റോഡിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന്. അങ്ങനെ ഞങ്ങൾ കാൽടെക്സ് ജംഗ്ഷനിലെത്തി. കണ്ണൂർ. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കേണ്ടിയിട്ടാണ്. MBK റെസ്റ്റോറൻറ്റ്, കല്യാൺ സിൽക്സിൻ്റെ തൊട്ടപ്പുറം. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ പോകും.
പ്രശാന്തേട്ടൻ നിവേച്ചിനെയും പ്രിയേച്ചിനെയും കാത്തിട്ട് ചെറുക്കോനിയിൽ നിൽക്കുന്നുണ്ട്. പ്രശാന്തേട്ടൻ അവരെ പിക്ക് ചെയ്യാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിന്നതാണ്. വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ബൈ എല്ലാവർക്കും. നമ്മള് വീട്ടിലെത്തിയിട്ട് അവരുടെ റെസ്റ്റ് എടുക്കുക, 2 ദിവസത്തെ യാത്രാ ക്ഷീണം തീർക്കുക.